ശ്രീ ഷാബു പ്രസാദ്, കഴിഞ്ഞ വർഷം ഈസ്റ്റർ സ്നേഹയാത്ര നടത്തുന്നു, ഇന്നലെ എന്തുകൊണ്ട് ഇത്തവണ ഇല്ല എന്നുള്ള വാർത്തയാകുന്നു. പിന്നീട് രാത്രിയിൽ വീടുകൾ കയറും, ഗൃഹസന്ദർശനം നടത്താനായിട്ട് ജില്ലാ അധ്യക്ഷന്മാർക്ക് നിർദ്ദേശം നൽകുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഇന്നിപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. ആശയക്കുഴപ്പമുണ്ടോ? എന്ത് ആശയം? ഇപ്പം BJP അവരുടെ പരിപാടികൾ തീരുമാനിക്കുന്നു. ഓരോ ജനസമ്പർക്കത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതെങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കുന്നു. അവർക്ക് അതിൻ്റെ അകത്ത് വ്യക്തമായ അവർക്ക് അതിന്റെ ക്ലാരിറ്റി ഉണ്ടാകും. അത് BJPയുടെ ഉണ്ടോ ഇല്ല, അവർക്ക് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലെന്ന് മറ്റുള്ളവരെന്തിനാണ് ഈ വേവലാതിപ്പെടുന്നത്? നിങ്ങളെന്തിനാണ് അതിൻ്റെ അകത്ത് ഇത്ര ടെൻഷൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്? അല്ല, കഴിഞ്ഞ വർഷത്തെയൊക്കെ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അരമനകളിലേക്കൊക്കെ സഹാപ്പവുമായി പോയ നേതാക്കളെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവായിരുന്നു, വോട്ടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം വരില്ലേ ശ്രീ ഷാബു പ്രസാദ്? ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന എല്ലാ പരിപാടികൾക്കും എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ എന്തിനാ ഈ ആവശ്യമില്ലാതെ ഹിപ്പോക്രസി കാണിക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടാകും. അത് ഇലക്ഷൻ കാലത്താണെങ്കിലും അല്ലെങ്കിലും അതെ, തീർച്ചയായിട്ടും അതിൻ്റെ അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അതാകണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഓരോ സമയത്തെ സാഹചര്യത്തിനനുസരിച്ചും ഓരോ സമയത്തെ ആ കാലം ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള ആ തീരുമാനങ്ങൾ എടുക്കുകയും ഓരോ കാലത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയം ഉണ്ടാകും, സംശയമില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞത് തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ളതാണോ ഈ ഇതുപോലെയുള്ള മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചടങ്ങുകൾ, ആഘോഷങ്ങൾ, ദിവസങ്ങളൊക്കെ? അല്ല, ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ലോക്സഭാ ഇലക്ഷൻ എന്നുള്ളതല്ലായിരുന്നു. മണിപ്പൂരിലെ നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ പേരിൽ BJPയെയും സംഘപരിവാറിനെയും ഇവിടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി മുനമ്പവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാമല്ലോ. കേന്ദ്രമന്ത്രി വന്നതിന് ശേഷമുള്ള സംശയങ്ങളുണ്ടല്ലോ, അതിനൊരു ക്ലാരിറ്റി വരുത്താമല്ലോ. അവരുടെ സൗകര്യം പോലെ തീരുമാനിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുക. ഞാൻ പറഞ്ഞു തുടങ്ങാൻ പിന്നെയും ചാടി ഇറക്കി കയറുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്നെ ഒന്ന് സംസാരിച്ചോളൂ. പിന്നെന്തിനാ എന്നെ ഈ ഫോണിൽ വിളിച്ചിരിക്കുന്നത്? കഴിഞ്ഞ വർഷം ഈ BJPക്കെതിരെ അതിഭീകരമായ രീതിയിലുള്ള പ്രചരണം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള പ്രചരണം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ BJPയോട് അടുക്കുന്നു എന്ന ഒരു തോന്നലിൽ നിന്ന്, ആ ഒരു തിരിച്ചറിവിൽ നിന്ന് നടത്തിയ ആ വിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അകറ്റാൻ വേണ്ടി നടത്തിയ ആ ഒരു വലിയ പ്രചരണത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതിന്റെയും കൂടി പശ്ചാത്തലം കഴിഞ്ഞ വർഷം എടുത്ത തീരുമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് വന്ന കാര്യങ്ങൾ തെളിയിച്ചു. അതായത് അതിന് ഫലമുണ്ടായി. അത് മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് BJPയോട് അടുക്കുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. മണിപ്പൂരിനെ വംശീയ കലാപം മാത്രമാണ്, വംശീയ കലാപമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഇവിടെ ഇടത് വലത് മുന്നണികൾ, കോൺഗ്രസും CPM ഒക്കെ നടത്തിയിരുന്ന ആ രീതിയിലുള്ള ഭീകരമായ പ്രചരണങ്ങൾ പരാജയപ്പെട്ടു എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പ്രസാദ് സംസാരിച്ചതിന്